ഹായ് സുഖല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ സത്രപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പേര് പോലെ തന്നെ രാജാക്കന്മാരുടെ കാലത്ത് സത്രങ്ങളിലൊക്കെ വിളമ്പിയിരുന്ന രുചികരമായ ഒരു സത്രപ്പുളി ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വടുകപ്പുളി നാരങ്ങയാണ് വേണ്ടത്. ഇതിന് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഒരു വടുകപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി തുടച്ചെടുക്കണം. ഈ കിച്ചൺ ടവൽ വളരെ നല്ലതാണ് കേട്ടോ. ബെക്കോ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയുടെയാണ്, റീയൂസബിൾ ആണ്, നല്ലതാണ്. വാങ്ങിച്ചു നോക്കിയോളൂ കേട്ടോ, നല്ലതാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇടാം, ആവശ്യമുള്ളവരൊന്ന് വാങ്ങിച്ചു നോക്കിയോളൂ. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണേ. അപ്പോൾ നമുക്കിതുകൊണ്ട് നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വയ്ക്കാം. നല്ല ഉറപ്പുള്ളതാണ്, കുറേ പ്രാവശ്യം കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്. ഇപ്പോൾ ഈ നാരങ്ങ നോക്കൂ, ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ കുരു കളയാൻ. ഇങ്ങനെ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കുരുവും അതിൻ്റെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണോ, ചെറുതായിട്ടാണോ എങ്ങനെയാണ് അരിയുക നമ്മൾ അച്ചാറിനെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞെടുക്കണം. ഈ സത്രപ്പുളി എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ കറിയാണ്. എൻ്റെ അമ്മമ്മയും മുത്തിയൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കും. നമ്മുടെ അടുക്കളുടെ പിന്നാമ്പുറത്ത് ഒരു വടുകപ്പുളി നാരങ്ങയുടെ മരവും പിന്നെ ഒരു അരിനെല്ലിയുടെ മരവും ഉണ്ട്. അതിൽ വടുകപ്പുളി നാരങ്ങ എപ്പോൾ ഉണ്ടാക്കിയാലും ഇതുണ്ടാവും. അതേമാതിരി അരിനെല്ലിക്ക് ഉണ്ടാക്കിയാലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണം. അത് ഞാൻ അരിനെല്ലിക്ക് കിട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു മസാല വേണം. ഒരു സ്പൂൺ പച്ചരി, കുറച്ച് ഉലുവ, കായം, പിന്നെ കുറച്ച് കറുത്ത ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള ഏതായാലും മതിയിട്ടുള്ളൂ. ഞാനിവിടെ കറുത്ത കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലെണ്ണയിൽ വേണം ഈ കറി ഉണ്ടാക്കാൻ, അപ്പോഴാണ് കേട് വരാതെ നമുക്ക് കുറച്ച് ദിവസം വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടുള്ളൂ. അപ്പോൾ നല്ലെണ്ണയിൽ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം കേട്ടുള്ളൂ. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക്, പിന്നെ പച്ചമുളക് വേണം, വറ്റൽമുളക് വേണം, കറിവേപ്പിലയും വേണം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് വേണം ഒരു 5-6 പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നല്ലെണ്ണയാണ് വേണ്ടത്. പണ്ട് ഇത് പുറത്ത് കൽച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ കേടാവുകയില്ല. അപ്പോൾ നല്ലോണം നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. നമുക്ക് പക്ഷേ ഏതെണ്ണ കൊണ്ടും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, കേടുവരാതെ കുറേ ദിവസം ഇരുന്നോളൂ. അപ്പോൾ ഇത് മുളക് ഇങ്ങനെ പിച്ച് ചീന്തിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. അങ്ങനെ മുഴുവനായിട്ടിടില്ല കേട്ടോ ഇതിൽ. ഇനി എണ്ണ ചൂടായപ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കടുകും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത മണം വരും കേട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വടുകപ്പുളി നാരങ്ങ കൂടെ ഇട്ടിട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു തോലൊക്കെ ഇല്ലേ, അതൊന്ന് സോഫ്റ്റായിട്ട് വരണം, വേവണം കേട്ടോ. ഇത് നന്നായി വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ഇട്ടുള്ളൂ, അത് പിടിച്ച് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ. ഇനി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാലയിലെ അത് ഒന്ന് നന്നായിട്ട് നമുക്ക് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ, ഇത്തിരി തരിവിരിയായിട്ട് തന്നെ പൊടിക്കാൻ പറ്റൂ. അങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് തരിവിരാന്ന് പൊടിച്ചെടുക്കാം. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് സത്രങ്ങളിൽ വഴിയാത്രക്കാർക്കും തീർത്ഥാടകർക്കും ഒക്കെ ഭക്ഷണം വിശ്രമം സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ച് വരുമ്പോൾ ഈ സത്രപ്പുളിയാണ് അത്ര കൊടുക്കുക. ഇരുമ്പാമ്പുളി കൊണ്ടും ചതുരപ്പുളി കൊണ്ടും ഈ സത്രപ്പുളി ഉണ്ടാക്കും. ഇത്ര വടുകപ്പുളി നാരങ്ങ കൊണ്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുക. നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയിൽ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ പഴക്കം ചെന്ന പഴയ കാലത്തുള്ളൊരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് പുളി തിളയ്ക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണം ഈ പൊടി കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വെള്ളം പോലെ ഒഴിച്ചു കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തി തിളപ്പിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതിലേക്ക് ആ പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് തിളച്ചാൽ മതി. ഇതിട്ടതിന് ശേഷം അധികം തിളപ്പിക്കണം, നമ്മൾ വറുത്ത് പൊടിച്ചതല്ലേ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇടണം കേട്ടോ. ഇതെന്തായാലും കുറച്ച് നല്ലോണം ശർക്കര ഇടണം. ഇതിന് പുളിയും മറ്റേ നാരങ്ങയുടെ പുളി എല്ലാം പുളിയുള്ള സാധനമല്ലേ. അപ്പോൾ ശർക്കര ഇടുമ്പോഴാണ് അത് കറക്റ്റ് സെറ്റ് ആവുക, നല്ല ടേസ്റ്റ് ആവുക. ഇപ്പം നമുക്ക് വെള്ളം പോലെ ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ ഇത് ഇപ്പോൾ ഓഫ് ചെയ്യണം കേട്ടുള്ളൂ. ഞാൻ കുറച്ച് കുറുക്കിയിട്ടാണ് എടുക്കണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതൊന്ന് 2-3 മിനിറ്റും കൂടി തിളപ്പിച്ചിട്ടാണ് ഞാനിത് ഓഫ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി വന്നിട്ട് നല്ല മണമാണ് കേട്ടോ. ഈ മണം മാത്രം മതി ഊണ് കഴിക്കാൻ, അത്രയും നല്ല മണമാണ് അതിന്. നല്ല ചൊടിയുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ കറി ഞാനിതാ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്ത് നല്ല മണമെന്നറിയോ ഇതിൻ്റെ. അതേമാതിരി നമുക്കിങ്ങനെ വായിൽ വെള്ളം വരില്ലേ, അതുപോലത്തെ കറിയാണ്. നല്ല കളറും. വീഡിയോയിൽ എത്ര മനസ്സിലാവും
മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ കളറ് ഇത് ഭംഗിയുള്ള കളറാണെന്നറിയോ. ഇനി നല്ല തൈരും ചോറും കൂടി ഒരു ഒത്തിരി എടുക്കുക. എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഊണ് കഴിക്കാൻ തോന്നിയിട്ട് വയ്യായിരുന്നു. ഇനി നമ്മുടെ കറി കുറച്ചത് അതുപോലെ ഒഴിച്ച് നല്ല കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയുകയും ഞാൻ പറഞ്ഞ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്ന്. അത്ര ടേസ്റ്റി കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മടിക്കരുത് കേട്ടോ.